ഹായ് വെൽക്കം ടു IC എഞ്ചിനീയറിംഗ് അക്കാദമി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ KW ഓപ്പറേറ്റർ 2015 കഴിഞ്ഞ എക്സാമിൻ്റെ ആദ്യത്തെ 5 ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വെച്ചിട്ടൊന്ന് കാണാം. നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുവാ, ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വെൻ എ പവർ ഫാക്ടർ ഇസ് എ യൂണിറ്റി ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതായത് ഒരു പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ ദി വോൾട്ടേജ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ എന്താണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്? പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കൊസൈൻ ഫംഗ്ഷൻ ഓഫ് എൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഒരു എന്താണ്, നമ്മുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണെങ്കിൽ, ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ഒരു AC സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന ഒരു കറണ്ടിൻ്റെയും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ആംഗിൾ ഫൈ ആണെങ്കിൽ എന്താണ്, അതിൻ്റെ പവർ ഫാക്ടർ ഓഫ് എ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദി കൊസൈൻ ഓഫ് അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ഓഫ് എ ദാറ്റ് ആംഗിൾ. അപ്പോൾ അതായത് പവർ ഫാക്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പവർ ഫാക്ടർ ഈക്വൽ ടു കോസ് ഫൈ ആണ് എന്തെന്ന് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഒരു പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ, അതായത് കോസ് ഫൈ ഈക്വൽ ടു 1, യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെങ്കിൽ ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ കോസ് ഫൈ 1 ആവുകയാണെങ്കിൽ ഫൈ എന്തായിരിക്കും, ഫൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എന്താണ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. പിന്നെ നമുക്കിനി ഇപ്പം ഇങ്ങനെ ചോദിച്ചു, ഒരു പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ നമ്മുടെ എന്താണ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് പവർ ഫാക്ടർ യൂണിറ്റി ആവുന്നത് ഏത് എലമെൻറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്, അതായത് വോൾട്ടേജ് 0 ഡിഗ്രി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വോൾട്ടേജും കറണ്ടും ഇൻ സെയിം ഫേസിൽ വരുമ്പോഴാണ് എന്ത് വരിക, 0 ഡിഗ്രി വരിക. ഓക്കെ, അപ്പോൾ അത് ഏത് സമയത്താണ് വോൾട്ടേജും കറണ്ടും സെയിം ഫേസിൽ വരുന്നത്, ഏത് എലമെൻറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് എലമെൻറ്റിനും അക്രോസ് വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോഴാണ് കറണ്ടും വോൾട്ടേജും സെയിം ആംഗിളിൽ വരുന്നത്, റെസിസ്റ്റർ യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് പവർ ഫാക്ടർ യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, പവർ ഫാക്ടർ ഈസ് യൂണിറ്റി ഫോർ എ പ്യുവർ റെസിസ്റ്റർ. അപ്പോൾ അതിൻ്റെ ഫേസ് ആംഗിൾ വരിക ഇങ്ങനെയാണ്, നമ്മുടെ ഫേസർ ഡയഗ്രാം വരിക. ഇത് വോൾട്ടേജ് ആണെങ്കിൽ ഇത് കറണ്ട് ആയിരിക്കും, അവ തമ്മിലുള്ള ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡക്ടറിലൂടെ ഒരു AC വോൾട്ടേജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ആംഗിൾ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ എന്തായിരിക്കും? അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, വോൾട്ടേജിനെ കറണ്ട് ലാഗ് ചെയ്യും, അതായത് കറണ്ട് ലാഗ് ചെയ്യും അറ്റ് ആൻ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഫോർ എൻ ഇൻഡക്ടർ വോൾട്ടേജ്, the angle between voltage and current is 90 degree. V and I is 90 degree and current is lagging. ഇതാണ് കറണ്ട് ഈസ് ലാഗിങ്. കറണ്ട് ഈസ് ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താണ് ഒരു ഇതാണ് നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം എങ്കിൽ കറണ്ട് എന്ത് വരും, ഇവിടെ നിന്നാണ് നമ്മുടെ എന്ത് ചെയ്യുക, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് വരിക, ലാഗിങ് എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂൻ്റെ ഒരു ചെറിയ കുറവിലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ അതിൻ്റെ ഫേസർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കും, ഇൻഡക്ടറിൻ്റെ കേസിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്, ഇത് നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആണെങ്കിൽ നമ്മുടെ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യാണ്, അതിങ്ങനെയാണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരിക, അല്ലെങ്കിൽ കറണ്ട് ഫേസർ ഡയഗ്രാമിൽ റെപ്രസെൻ്റ് ചെയ്യുക. എപ്പോഴും എന്താണ്, നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കുക. എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് എടുക്കുക. അപ്പോൾ വോൾട്ടേജ് ഫസ്റ്റ് എത്തും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെത്തുള്ളൂ, കറണ്ട് എത്തുള്ളൂ. അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ്. അങ്ങനെ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ പവർ ഫാക്ടർ എന്തായിരിക്കും, പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് 90 ആയിരിക്കും. കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. അപ്പോൾ ഇതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ZPF, 0 പവർ ഫാക്ടർ ലാഗിങ് ആയിരിക്കും ഫോർ എൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. for a pure inductive circuit. Okay.
ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ സെറ്റ് പി എഫ് ആയിരിക്കും. അപ്പോൾ ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ സെറ്റ് പി എഫ് ലീഡിങ് ആയിരിക്കും. അതായത് കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ 90 ആയിരിക്കും. ബട്ട് അവിടെ എന്താണ്, കറണ്ട് ലീഡിങ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ എങ്ങനെ വരും, കറണ്ട് ലീഡിങ് കണ്ടീഷനിൽ വരുമ്പം ഇത് ഇൻഡക്ടർ, ദിസ് ഈസ് ഇൻഡക്ടർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെ വരും, ഇതാണ് വോൾട്ടേജ് എങ്കിൽ വി എങ്കിൽ ഇത് എന്ത് വരും, കറണ്ട് വരും. ഓക്കെ, അവ തമ്മിലുള്ള ആംഗിളും എന്തായിരിക്കും, 90 ഡിഗ്രി തന്നെയായിരിക്കും. ഫോർ എ കപ്പാസിറ്ററിന് സെറ്റ് പി എഫ് 0 പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും. ലീഡിങ് ആയിരിക്കും ഫോർ എ പ്യുവർ കപ്പാസിറ്ററിൻ്റെ കേസിൽ വരും. അപ്പോൾ റെസിസ്റ്റർ ആണെങ്കിൽ എന്താണ്, റെസിസ്റ്റർ ആണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും. ഫോർ എ പ്യുവർ ഇൻഡക്റ്റീവ് ആണെങ്കിൽ എന്താണ്, കറണ്ട് ഈസ് ലാഗിങ് ബൈ എ 90 ഡിഗ്രി. ഫോർ എ സെറ്റ് പി എഫ് ആണ്, 0 പവർ ഫാക്ടർ ആണ്, 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എ കപ്പാസിറ്ററിൻ്റെ കേസിലാകുമ്പോൾ എന്താണ്, ലീഡിങ് ആണ്, സെറ്റ് പി എഫ് തന്നെ 0 പവർ ഫാക്ടർ ലീഡിങ് ആണ്. ഇതെന്താണ്, പ്യുവർ കപ്പാസിറ്റർ, പ്യുവർ ഇൻഡക്ടർ, പ്യുവർ റെസിസ്റ്റർ ആണ്. ഇനി നേരെ തിരിച്ച് എന്താണ്, അതിൽ മൂന്നിൻ്റെ കോമ്പിനേഷൻ വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ചേഞ്ചസുകൾ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇവിടെയുള്ള ക്വസ്റ്റിന് ഇനി നേരെ തിരിച്ച് എന്തായിരിക്കുന്നത്, ഫോർ എ പവർ ഫാക്ടർ സെറ്റ് പി എഫ് ലാഗിങ് ആണെങ്കിൽ ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും, ആൻസർ ഓപ്ഷൻ ബി വരും, 90 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. ഇൻ എ വാട്ടർ ടർബൈൻ ആൾട്ടർനേറ്റർ ദ സ്പീഡ് വിൽ ബി. അതായത് ഒരു വാട്ടർ ടർബൈനിലാണെങ്കിൽ ആൾട്ടർനേറ്റർ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ലോ, ബി മീഡിയം, സി ഹൈ ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വെരി ഹൈ. അപ്പോൾ ഒരു വാട്ടർ ടർബൈൻ നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് എന്താണ്, ഹൈ ഹെഡിലുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പോൾ സൈസ് ഹൈ ആകുമ്പോൾ എന്ത് സംഭവിക്കും, അതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള സ്പീഡ് എന്തായിരിക്കും, ലോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, വാട്ടർ ടർബൈൻ ഈസ് യൂസ്ഡ്, അതിൻ്റെ ഓൾട്ടർനേറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ലോ ആണ്. എന്താണ്, വാട്ടർ ടർബൈൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഫോർ എ വാട്ടർ ടർബൈൻ സ്പീഡ് ഈസ് ലോ ആണ്. അതിങ്ങനെ ഓർമ്മിച്ചാൽ എന്താണ്, അതിൻ്റെ സൈസ് ഹൈ ആണ്. അതിൻ്റെ സൈസ് ഹൈ ആവുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് ലോ സ്പീഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ആൻസർ കിട്ടി, നമ്മുടെ ആൻസർ കിട്ടി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ലോ ആണ്. നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി ഇനി വേറെ എന്തൊക്കെ ഇതിൽ നമുക്കുണ്ട്. ഈ വാട്ടർ ടർബൈനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റർ ഏതാണ് നമുക്കറിയണം. അതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റർ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, വാട്ടർ ടർബൈൻസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. വാട്ടർ ടർബൈൻസിന് യൂസ് ചെയ്യുന്നത് സാലിയൻ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന അതിൻ്റെ സ്പീഡ് എന്താണ്, ലോ സ്പീഡാണ് എന്ത് വരുന്നത്, വാട്ടർ ടർബൈനിൽ വരുന്നത്. അപ്പോൾ ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്ന ടർബൈൻ ഏതാണ്, ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത്, ഫോർ എ ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈൻ ആണ് എന്ത് വരുന്നത്, ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത് സ്റ്റീം ടർബൈൻ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സിലിണ്ട്രിക്കൽ ടൈപ്പ് ഓർ എ നോൺ സാലിയൻ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സിലിണ്ട്രിക്കൽ ടൈപ്പ് ഓർ നോൺ സാലിയൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. നോൺ സാലിയൻ ടൈപ്പ് ഓൾട്ടർനേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഹൈ സ്പീഡിന് യൂസ് ചെയ്യുന്നത് സ്റ്റീം ടർബൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് എന്താണ്, സിലിണ്ട്രിക്കൽ ടൈപ്പ് ഓർ നോൺ സാലിയൻ ടൈപ്പാണ്. അപ്പം നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് വരാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ വാട്ടർ ടർബൈൻ ഓൾട്ടർനേറ്റർ ദ സ്പീഡ് വിൽ ബി ലോ ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റീം ടർബൈൻ അങ്ങനെ എന്തായിരിക്കും, വെരി ഹൈ സ്പീഡായിരിക്കും. അതിൻ്റെ റേഞ്ച് വരുന്നത് 1500 to 3000 ആണ് എന്ത് വരുന്നത്, അതിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം.
The speed of a DC series motor is dangerously high at no load because എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഡി സി സീരീസ് മോട്ടോറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആണ്, ഡേഞ്ചറസ്ലി ഹൈ ആണ് അറ്റ് നോ ലോഡ്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം, ചില റിലേഷൻസ് അറിയണം. ഒരു സീരീസ് മോട്ടോറിൻ്റെ കേസിൽ എന്താ, സീരീസ് മോട്ടോറിൻ്റെ കേസിൽ അവിടെ ഫ്ലക്സ് എപ്പോഴാണ് ഉണ്ടാവുക, ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുക, ഫ്ലക്സ് ഉണ്ടാവുക. കാരണം എന്താ, അതിൻ്റെ എങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്, ഇത് നമ്മുടെ ജനറേറ്റർ ആണെങ്കിൽ ഇവിടെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ഫീൽഡ് കോയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ആർമേച്ചറിൽ കറണ്ട് ഉണ്ടാവും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഫ്ലക്സ്, ഈ നമ്മുടെ ഫീൽഡ് കോയിലിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു നോ ലോഡ് കണ്ടീഷനിൽ എന്താണ്, നോ ലോഡ് കണ്ടീഷനിൽ എന്തായിരിക്കും, ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് IA ഈക്വൽ ടു എന്തായിരിക്കും, IA ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സീരീസ് മോട്ടോറിൻ്റെ ഫ്ലക്സ് പ്രാക്ടിക്കൽ കേസിലാണ്, തിയറിറ്റിക്കൽ ആണെങ്കിൽ എന്താണ്, ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പം തിയററ്റിക്കലി എന്തായാലും ഫ്ലക്സ് ഈക്വൽ ടു ഫ്ലക്സ് ഈക്വൽ ടു എന്തായിരിക്കും, മെയിൻ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ആണല്ലോ. ഇതെന്ന് പറയുന്നത് തിയററ്റിക്കൽ കണ്ടീഷനിലാണ്. ബട്ട് ഒരു പ്രാക്ടിക്കൽ കണ്ടീഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യും, IAയുടെ വാല്യൂ കുറച്ച് ചെറിയൊരു സ്മോൾ എമൗണ്ടിൽ IA ഉണ്ടാവും. അപ്പോൾ ഒരു സ്മോൾ എമൗണ്ട് എന്തുണ്ടാവും, ഫ്ലക്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു റിലേഷൻ അറിയാം, N ഈസ് ഡയറക്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ ആണ്. ഓക്കെ, N ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ ആണ്. അപ്പോൾ ഫൈയുടെ വാല്യൂ 0 ആണെങ്കിൽ N എന്ത് വരും, N എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവും. അല്ലെങ്കിൽ ഫൈയുടെ വാല്യൂ ലോ ആകുമ്പോൾ എന്ത് വരും, N ഹൈ ആവും. അപ്പോൾ ഫ്ലക്സ് ലോ ആകുമ്പോഴാണ് എന്ത് വരുന്നത്, സ്പീഡ് ഹൈ ആവുന്നത്. അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് ഇവിടെ എന്താണ്, ഫോർ എ സീരീസ് മോട്ടോറിൻ്റെ കേസിൽ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു IA കൂടിയാണ്. അതായത് ആർമേച്ചർ കറണ്ട് മാറുന്നതനുസരിച്ചാണ് എന്ത് വരുന്നത്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സ് ആർമേച്ചർ കറണ്ട് 0 ആകുമ്പോൾ എന്ത് പറ്റും, ഫ്ലക്സും 0 ആവും. അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് ലോ ആവുന്ന സമയത്ത് ഫ്ലക്സും ലോ ആവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, സ്പീഡ് ഹൈ ആവും. കാരണം അത് രണ്ടും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഓപ്ഷനിലോട്ടേക്ക് വരാം. എന്തൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്, ബാക്ക് EMF ഈസ് ഹൈ ആണോ, അല്ല. ആർമേച്ചർ വോൾട്ടേജ് ഈസ് ലോ, ഫ്ലക്സ് ഈസ് വെരി ലോ, ആർമേച്ചർ കറണ്ട് ഈസ് ഹൈ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി ഇവിടെ തിരിച്ച് ആർമേച്ചർ കറണ്ട് ഈസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരും. ബട്ട് ഇവിടെ എന്താണ്, ആർമേച്ചർ കറണ്ട് ഈസ് ഹൈ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ എന്തൊക്കെ നമ്മൾ പഠിച്ചു, നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ഏതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഫ്ലക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ എന്താണ്, ആർമേച്ചർ കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. This is not the reason for a no light from the bulb in an automobile lighting system. അതായത് ഇതൊക്കെ എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താ ചോദിച്ചിരിക്കുന്നത്, ദിസ് ഈസ് ദി റീസൺ, നോട്ട് എ റീസൺ. അതായത് ലൈറ്റ് ഫ്രം ദി ഓട്ടോമൊബൈൽ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലൈറ്റ് ചെയ്യാതിരിക്കാനുള്ള നോ റീസൺ ആണ്, റീസൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കാരണം അല്ലാത്ത സാധനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ നോ എന്നുള്ള ഓപ്ഷൻ ഇത് എന്ത് ചെയ്യണം, നോട്ട് എ റീസൺ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ എന്താണ്, ഡിഫക്റ്റീവ് ലൈറ്റ് സ്വിച്ച് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ലൈറ്റ് ഉണ്ടാവില്ല, ഓട്ടോമൊബൈലിൽ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെന്താണ്, അതൊരു റീസൺ ആണ്. അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ബൾബ് ആണെങ്കിലും, ബൾബ് ഫ്യൂസ് ചെയ്താണെന്നെങ്കിലും എന്താണ്, അവിടെ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല, അതും അപ്പോൾ നമ്മുടെ എന്താണ്, റീസൺ ആണ്. അതുപോലെ തന്നെ ബ്രൗൺ ഫ്യൂസ് ആണെങ്കിലും എന്താണ്, അതും നമ്മുടെ റീസൺ ആണ്. എന്തിന്, ലൈറ്റ് ഇല്ലാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ റീസൺ അല്ലാതെ എന്താണ്, ഓവർ ചാർജ്ഡ് ബാറ്ററി ഓവർ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, ഓട്ടോമൊബൈലിലെ ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഇല്ലാതായി പോവില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം. If a contactor in a open position, the armature is at its greatest distance from the core and the impedance of coil is. അതായത് ഇതിന് ക്വസ്റ്റ്യൻ എന്താണ്, നന്നായിട്ട് അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് ആകെ ഒരു ഓപ്ഷൻ മതി, എന്ത്, ഇത് മാത്രം മതി. ഇഫ് എ കോണ്ടാക്ടർ ഈസ് ഇൻ എൻ ഓപ്പൺ പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ ഇമ്പിഡൻസ് ഓഫ് ദി കോയിൽ. അപ്പോൾ കോണ്ടാക്ട് ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ വന്നിട്ട്
നമ്മുടെ ഇതാണ് എന്തെന്ന് പറയുന്നത് കോണ്ടാക്റ്റ് ഓപ്പൺ പൊസിഷനിൽ വരുന്നത്. ഒരു ഓപ്പൺ പൊസിഷനിൽ ഒരു ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് എന്താണ്? ഓപ്പൺ പൊസിഷൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.